ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ്റെ പുതിയ പടം തിയേറ്ററിൽ പോയി കണ്ടു. ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് കിടന്ന് ഇടിക്കും. അപ്പോൾ അതായത് ആ മൂവിയിൽ ഇങ്ങനെ ഒരു സ്ലോ പേസ് സീൻ വരുമ്പോൾ, അതായത് ആ സിനിമയിൽ ഇങ്ങനെ അത് ആ സിനിമയുടെ ഗ്രാഫ് ഡൗൺ ആവല്ല, മ്യൂസിക്കൊക്കെ ഒന്ന് സൈലൻ്റായി നമ്മളിങ്ങനെ ഒരു പ്രധാനപ്പെട്ട സീനിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മളുടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ലോ മ്യൂസിക് കൊടുക്കും. ആ സമയത്ത് നമ്മുടെ നെഞ്ചൊക്കെ ഇങ്ങനെ ഇട്ടിക്കും. ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഫീൽ ഈ പടത്തിൽ കിട്ടി. അപ്പോൾ അതാണ് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, ജിത്തു അഷ്റഫ് ഫിലിം. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫസ്റ്റത്തെ ഇൻട്രോ സീനില്ലേ, ആ സാധനത്തിൽ നമ്മൾ അതിൽ ക്ലിക്കാവണം, അല്ലെങ്കിൽ പിന്നെ ആ പടം കാണുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നിയേക്കണത് പേഴ്സണലി. പക്ഷേ ഇതിൽ ആദ്യത്തെ സീൻ തന്നെ ഡയറക്ടർ തന്നെയാണ്, നമ്മുടെ ജിത്തു അഷ്റഫ് തന്നെയാണ്. അപ്പോൾ ആളുടെ മറ്റേ ഇരട്ടയിലത്തെ സീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇരട്ടയിലത്തെ ആളുടെ റോളും കാര്യങ്ങളും നല്ല രസമാണ്. അപ്പോൾ ആശാൻ തന്നെയാണ് ഫസ്റ്റ് സീനിൽ വരുന്നത്. അത് നല്ല രസമായിട്ട് അത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സീനിൽ തന്നെ നമ്മൾ ആ ഒരു പടത്തിനോടൊരു കണക്ഷൻ കിട്ടും. ഇമോഷണൽ ലോക്കല്ല ഉദ്ദേശിച്ചത്, ആ പടത്തിനോട് തന്നെ നമുക്ക് നല്ലൊരു കണക്ഷൻ കിട്ടും. നമ്മുടെ പ്രൊഡ്യൂസറായിട്ട് വരുന്നത് മാർട്ടിൻ ബ്രാക്കാട്ടാണ്. അതുപോലെ ഡയറക്ടറായിട്ട് വരുന്നത് ജിത്തു അഷ്റഫ്. പിന്നെ റൈറ്റർ ഷായി കബീർ. അതുപോലെ തന്നെ അതായത് ഈ ഒരു ടീം, പിന്നെ നമ്മുടെ മറ്റേ കടിമോനുണ്ട്, നമ്മുടെ കണ്ണൂർ സ്ക്വാഡിൻ്റെ ആൾ ആശാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടീം നിൽക്കുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൊള്ളും നമ്മുടെ മനസ്സിന്. അതായത് ഇപ്പം നായാട്ട്, ജോസഫ്, ഇവർ എഴുതിയേക്കണതാണെങ്കിലും ഈ ഒരു ടീമിൻ്റെ നിന്ന് വരുന്ന പടങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് ഇരട്ടൊക്കെ എന്തൊട്ട് സാധനം 10 ദിവസം എനിക്ക് വിഷമമുണ്ട്. ആ മനസ്സിനുള്ളിൽ ഇങ്ങനെ കിട്ടുക്കും. അപ്പോൾ ആ ഒരു സീക്വൻസ് തന്നെയാണ്, ആ ഒരു ടെറൈൻ തന്നെയാണ് ഇതിൽ പിടിച്ചേക്കണത്. നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ നമുക്കതിങ്ങനെ അത് മനസ്സിൽ കെടുക്കും. ചെറുതായിട്ട് ഇപ്പോഴും കെടുക്കുന്നുണ്ട് നമ്മുടെ മനസ്സിൽ. ഇപ്പോൾ ഒരു പേരൻ്റ് ആവണമെന്നില്ലെന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ, അപ്പോൾ അല്ലെങ്കിൽ ചാക്കോച്ചൻ്റെ ഒപ്പം നമുക്ക് ഇമോഷണൽ ലോക്ക് കിട്ടി. തുടക്കത്തിൽ അത് സിനിമയിലേക്കുള്ളൊരു ലോക്ക് കിട്ടിയെങ്കിൽ പോലും അതിന് ശേഷം ആ ഒരു ചാക്കോച്ചൻ്റെ ഇൻട്രോ ഒക്കെ കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പേഴ്സണലി അതിലേക്ക് ഒരു ഇമോഷണൽ ലോക്ക് വന്നു. നമുക്കത് നമ്മൾ ആയി മാറി ആ ഒരു ക്യാരക്ടർ, ആ ഒരു സാധനം വന്നു. അപ്പോൾ ആ ഒരു ഹോണ്ടിങ് ഉണ്ട്. അതായത് നമ്മളെ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾക്ക് ആ സാധനമില്ലേ, അത് കിട്ടി പടത്തിൽ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അത് അങ്ങനത്തെ പടങ്ങളാണ് ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന സിനിമകൾ. നമുക്ക് അതിപ്പോൾ ഏത് പടം എടുത്താലും നമ്മൾ കാണാൻ പോകുന്ന സാധനം നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള സാധനം, അല്ലെങ്കിൽ ട്രെയിലർ കണ്ട് നമുക്ക് വരുന്നൊരു എക്സ്പെക്റ്റേഷൻ, ആ സാധനം മീറ്റ് ചെയ്യണം. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇതൊരു ബ്രില്യൻറ്റ് പടമാണ്, സംശയമില്ല കാര്യത്തിൽ. ക്യാരക്ടേഴ്സ് 1 by 1 എന്നല്ല കേട്ടോ, എല്ലാവരും നന്നായിട്ടുണ്ട്. ആ ഒരു സെലക്ഷൻ അടിപൊളിയാണ്. അണ്ണൻ്റെ ഡയറക്ടറുടെ സെലക്ഷൻസൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ ക്യാരക്ടേഴ്സും അതിന് ആപ്റ്റായിരുന്നു. അല്ലെങ്കിൽ ഓരോ സീക്വൻസിലും നമ്മൾ ചിരിക്കാനുള്ള സീൻ ഇല്ലേ ഈ പടത്തിൽ ലിറ്ററലി. പക്ഷേ അതിനനുസരിച്ച് തന്നെ എല്ലാ ക്യാരക്ടേഴ്സും വന്നു പോകണം. എല്ലാവരും ഒരു ഡെക്കോറം കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കണത്. ക്യാരക്ടർ വൈസ് ഒരു ഇതെല്ലാവരും വളരെ നല്ലതാണ്. അപ്പോൾ അതിൽ എടുത്ത് പറയേണ്ട ആൾ ആസ് യൂഷ്വൽ ചാക്കോച്ചൻ. കസറിയുണ്ട്. അതായത് ചാക്കോച്ചൻ്റെ എൻ്റെ ഇപ്പോൾ ഓൾ ടൈം ഫേവററ്റ് പടം അനിയത്തിപ്രാവായിരുന്നു. അത് മാറിയിട്ടില്ല. പക്ഷേ ഇതാണ് ആളുടെ എനിക്ക് പേഴ്സണലായിട്ട് അഭിനയം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു കത്തി നിൽക്കുന്ന ചാക്കോച്ചൻ്റെ പടം എന്ന നിലയിൽ ഞാൻ ഇത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് ആളുടെ ഒരു ബ്രില്യൻറ്റ്. 5-ാം പാതിര നല്ല പടമായിരുന്നു. പക്ഷെ എന്താ കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആ പടത്തിന് ഒരു പവറില്ല. നല്ല പടമാണ്, പക്ഷെ നമ്മുടെ ഒരു ഇമ്പാക്റ്റ് പോലെ. ഇപ്പോൾ നായാട്ട് അടിപൊളി പടം, പക്ഷെ അതിൽ ജോജു എല്ലാവരും ടോപ്പ് പെർഫോമൻസ് എല്ലാവരും കൂടി വരികയാണ്. പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇതിൽ അണ്ണൻ ഒറ്റയ്ക്കാണ് ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി അത് ചാക്കോച്ചൻ മൊത്തത്തിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പടം കണ്ടിരിക്കാൻ നല്ല രസമാണ്. അതായത് ചാക്കോച്ചൻ നല്ല കത്തി കയറി പോയിട്ടുണ്ട്. പിന്നെ വില്ലന്മാരുടെ ഗ്യാങ്, നമ്മുടെ വിശാഖ് നായർ, ആശാന്. ഞാനിങ്ങനെ ഇത് പടം കാണാൻ മുമ്പ് കുപ്പി അങ്ങനെ കുറേ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴായാലും കുപ്പി. പക്ഷേ അങ്ങനെ പറയരുത്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ചില പടങ്ങളിലൊക്കെ സ്പടികം ജോർജ് എന്നൊക്കെ പറഞ്ഞ പോലെ ആദ്യത്തെ പേരായതുകൊണ്ടാണ് ഇവൻ ഈ പേരിൽ എസ്റ്റാബ്ലിഷ് ആയത്. പക്ഷെ അതൊന്നല്ല സാധനം. ഇവിടെ വന്നേക്കണത് സാധനമാണ്, സംശയമില്ല കാര്യത്തിൽ. ഒരു രക്ഷയില്ലാത്ത വില്ലൻ മാത്രമല്ല, വില്ലൻ്റെ ഗ്യാങ് റംസാൻ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റേ ടീമുകൾ, അതായത് ഇവൻ്റെ ഒപ്പം നടക്കുന്ന 2 പെണ്ണുങ്ങളുണ്ട്, പേരറിയില്ല. പിന്നെ ഒരു 3 ആമ്പിള്ളേരുണ്ട്. അവർ മൊത്തത്തിൽ ആ ഒരു സ്ക്വാഡ്, ഒരു റഫ് ആൻഡ് ടഫ് പരിപാടികളും അവരുടെ ഒരു സീനും കാര്യങ്ങളൊക്കെ അടിപൊളി ഉണ്ടായിരുന്നു. കാരണം അവരൊരു സ്റ്റെഫ് വൈൻഡ് സെറ്റപ്പായിരുന്നു. അത് നല്ല രസമായിട്ട് പോയി. അതുപോലെ തന്നെ അതിലൊരുത്തന്നെ ആർസണൽ ഫാനാണ്. അവൻ്റെ രണ്ട് മറ്റേ ഹൂഡീസ് പോലത്തെ സാധനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. 2ഉം ആർസണൽ അഡിഡാസിൻ്റെ കിറ്റുകളാണ്. അത് ഞാൻ മാത്രം നോട്ട് ചെയ്തൊരു കാര്യമായിരിക്കും, അറിയാലോ. സ്കോറിങ് ആസ് യൂഷ്വൽ ജെയ്ക്സ് ബിജോയ് പിന്നെ നമ്മളെ ആ ഒരു ബുദ്ധിമുട്ടിക്ക് കൊണ്ടെത്തിക്കില്ല. അത് ബ്രില്യൻ്റ് ആയിരുന്നു, സംശയമില്ല കാര്യത്തിൽ. അതുപോലെ തന്നെ ഈ
സിനിമാറ്റോഗ്രാഫി ക്യാമറ പരിപാടികളും ബ്രില്യൻ്റ് ആയിരുന്നു. അപ്പോൾ അത് രണ്ടും എനിക്കങ്ങനെ അധികമായിട്ടൊന്നും പറയാറില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് മുട്ടണ്ട, ഷാഹിദ് കബീർ അതങ്ങനെ തന്നെ കൊടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങനെ കിട്ടും അത്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു. നമ്മൾ ഏത് ആസ്പെക്റ്റ് നോക്കിയാലും ആർക്കും ബോറടിക്കാതെ ആയിരുന്നു കാണാൻ. ഞാൻ പടം ബുക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇന്നലെയാണ് ഇറങ്ങിയത്, ഇന്നാണ് റിവ്യൂ ഞാൻ ചെയ്യുന്നത്, ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് റിവ്യൂ ചെയ്യണത്. ഞാൻ പടം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 15-20 സീറ്റ് തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കഷ്ടി 500 സീറ്റുള്ള തിയേറ്ററാണ്, ഹൗസ്ഫുള്ളാണ് ഇപ്പോൾ. അതായത് നല്ല റെസ്പോൺസ് ഉണ്ട് ആൾക്കാരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ പടം കാണാൻ പ്ലാൻ ചെയ്യണവരൊക്കെ, എന്ത് പടം കാണണം എന്നൊക്കെ പ്ലാൻ ചെയ്യണവരൊക്കെ എന്തായാലും പോയി കണ്ടോ, വർത്താണ്. എടുത്തു പറയാനുള്ളത് ജഗദീഷാണ്. ജഗദീഷിനെന്ന് പറഞ്ഞാൽ പീസ് ഓഫ് കേക്ക്, അത്രേ ഉള്ളൂ. ആളിപ്പോൾ ആൾക്കാരോട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ആളെല്ലാ പടത്തിലും ഇതുപോലത്തെ റോളുകൾ ചെയ്യാൻ ആൾക്ക് എന്താ പറയുക, അതായത് ആ ഒരു കാറ്റഗറി ഇപ്പോൾ എല്ലാവരും ജഗദീഷിനെ കൊണ്ട് കൊടുക്കണം. പിന്നെ ആ കാര്യം നോക്കണ്ടല്ലോ എന്ന് പറയണ പോലെ, നമുക്ക് പണി കിട്ടണ പോലെ. അത് ഇനി ജഗദീഷിന് ഇങ്ങനത്തെ റോളുകൾ വന്നുകൊണ്ടേയിരിക്കും എല്ലാ പടത്തിലും. കാരണം ജഗദീഷിനെ പറ്റി ഇനി ഒരു റിവ്യൂസിനും നല്ലത് പറയേണ്ട ആവശ്യമില്ല. കാരണം ചെയ്ത് വെക്കണതൊക്കെ അമ്മാതിരി സാധനങ്ങളാണ്. ഇപ്പോൾ ജഗദീഷ്, സിദ്ദിഖ്, മുകേഷ് അവരൊക്കെ എത്ര എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. അപ്പോൾ പിന്നെ അവരുടെ ഒന്നും ഇങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നത് അമ്മാതിരി സാധനമാണ്. നല്ല ഭയങ്കര അത് കിട്ടിയ സാധനം നല്ല. മമ്മൂട്ടിയൊക്കെ ചെയ്യണ മാതിരി, മമ്മൂട്ടി ഒരു സിനിമ ഭയങ്കര സെറ്റപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മമ്മൂട്ടിയിലൊന്നും ചെയ്യണ്ടാവില്ല. പക്ഷേ മമ്മൂട്ടി അത്ര ചെയ്താൽ മതി. അത് ഈ കാലം കൊണ്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അതേ സാധനം തന്നെയാണ് ജഗദീഷിനൊക്കെ ഉണ്ടായിരിക്കണത്. അതിൻ്റെ ഒരു രസമുണ്ട്. അങ്ങനെ ഒരു ഇതെല്ലാവരും ക്യാരക്ടർ വൈസ് അടിപൊളിയാണ്, നല്ല രസമായിട്ട് പടം പോയിട്ടുണ്ട്. അപ്പോൾ 2025 എൻ്റെ 4ാമത്തെ പടമാണ്. അപ്പോൾ ഇതിന് ആദ്യത്തെ 3 എൻ്റെ ഫേവററ്റ് രേഖാചിത്രമായിരുന്നു. ഇപ്പോഴത്തെ ഇതാണ് ഈ കൊല്ലം കണ്ടതിൽ ഏറ്റവും നല്ല പടം ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. ആ കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഒരു നല്ല സിനിമ, തിയേറ്റർ വാച്ചാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതിനുള്ള പടമുണ്ട്, നമ്മളെ നിരാശപ്പെടുത്തില്ല, നമ്മളെ ഹോണ്ട് ചെയ്യും, നമ്മളെ മാനസികമായിട്ട് അതിൽ പിടിച്ചിരുത്തും. അവസാനം വരെയും ആ ഒരു നെഞ്ചിടിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ കാണാൻ പറ്റിയൊരു പടം, അടിപൊളി പടം, തിയേറ്ററിൽ മാത്രം കാണുക.